ഹായ് ഫ്രണ്ട്സ്, 2 ദിവസത്തെ ആശുപത്രിയിലെ ഓട്ടത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ട് ആദ്യം ക്യാൻറ്റീനിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് മോളെ കണ്ണിന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. 2-3 തവണയായിട്ട് അവൾക്ക് കണ്ണിന് മരുന്ന് ഒഴിച്ചു. അപ്പോൾ കണ്ണ് ഉറക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ ഇട്ട് ഉപദ്രവിക്കലാണ് ഇവൻ്റെ പണി. ഞാൻ എൻ്റെ 3 മക്കളെയും കൊണ്ടാണ് കേട്ടോ ആശുപത്രിയിൽ വന്നത്, വേറെ വഴിയില്ല. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ടോക്കണും മേടിച്ചിട്ട് ഡോക്ടറിനെ കാണാൻ വന്നപ്പോഴത്തേന് 11 മണിയായി. അപ്പോഴത്തേന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആശുപത്രിയിൽ. ഒരുപാട് ലൈൻ നിന്നിട്ടൊക്കെ ആയിരുന്നു കേട്ടോ വന്നത്. എന്തായാലും മോളുടെ കണ്ണിൻ്റെ ടെസ്റ്റ് ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഡോക്ടർ ഒന്നും കൂടെ ബുധനാഴ്ച ആകുമ്പോഴത്തേനും വരണം എന്ന് പറഞ്ഞു കേട്ടോ. ഈ ബഗ്ഗി ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം പാർക്കിംഗ് ഒരുപാട് ദൂരെയായിരുന്നു കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് വണ്ടി. അങ്ങനെ ഞങ്ങൾ ബഗ്ഗി കയറിയിട്ടാണ് അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയില്ല. പക്ഷേ എന്തായാലും തിരിച്ചു വന്നപ്പോൾ കിട്ടി. പക്ഷേ ഒരു പണി പറ്റിപ്പോയി. അപ്പുറത്തെ വശത്തായിരുന്നു നിർത്തിയത്. പിന്നെ നടന്നു. എന്തായാലും കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിന് ശേഷം ഉച്ചക്കത്തെ ഭക്ഷണം ഹോട്ടലിൽ കയറി പച്ചക്കറി ചോറാണ് കേട്ടോ ഉണ്ടത്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച 2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നേരമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം എത്തിയിട്ട് വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. മോക്കൊരു ബ്ലഡ് ടെസ്റ്റും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോക്കൊരു 2-3 കൊല്ലം മുമ്പേ ഡോക്ടർ പറഞ്ഞതായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ മേടിച്ചു കൊടുത്തതും കൂടിയാണ് കേട്ടോ കന്നഡ. പക്ഷെ അവൾ ഇട്ടില്ല. കന്നഡ മേടിച്ചപ്പോൾ വലിയ താല്പര്യത്തോടെ മേടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അവൾ ഇടാൻ കൂട്ടാക്കിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് പറഞ്ഞു. ഇന്ന് വേഗം എന്തായാലും ആയതുകൊണ്ട് കന്നഡയ്ക്ക് ഓർഡറും കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. പെട്ടെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് റൈസ് ഉണ്ടാക്കി. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപയറിൻ്റെ തോരനും കൂടി ഉണ്ടാക്കി ഞങ്ങൾ ചോറുണ്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.